ലഹരി ഉൽപ്പന്നങ്ങൾക്കെതിരെ പ്രചാരണം ശക്തമാക്കി വിദ്യാലയങ്ങളും പോലീസും. യുവജനങ്ങളിലും മറ്റും ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. യുവജനങ്ങളിലും മറ്റും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ സമൂഹത്തിനും കുടുംബത്തിനും സാമൂഹ്യക്രമത്തിനും നേരെയുള്ള വെല്ലുവിളിയാണെന്ന് തിരിച്ചറിവ് നൽകാനാണ് പോലീസിൻ്റെ തൂഫാൻ നടപടികൾ ആരംഭിച്ചത്. ലഹരിക്കും ലഹരി ഉൽപ്പന്നങ്ങൾക്കുമെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി ചെറുപുഴയിൽ സ്കൂൾ കോളേജ് തലങ്ങളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് മനുഷ്യച്ചങ്ങലയൊരുക്കി ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ചെറുപുഴ JMUP സ്കൂൾ, സെൻറ് ജോസഫ് ഹൈസ്കൂൾ, ആർക്കേഞ്ചൽ സ്കൂൾ, കന്നിക്കളം നവജ്യോതി കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ സംയുക്തമായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ജാഥ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ ഒത്തുചേർന്നാണ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തത്. മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അതുപയോഗിക്കുന്ന ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SI ക്ലിന്റ് മാത്യു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ഇന്ത്യൻ രാഷ്ട്രപതിയായി തീർന്ന KR നാരായൺ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹത്തിന് ഇത്രയും ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഇന്ത്യയുടെ പരമോന്നത സ്ഥാനത്തെത്തുവാൻ പറ്റുമെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന ഈ ഭാവി തലമുറയ്ക്ക് ഇന്ത്യയുടെ തന്നെ ലോകത്തിന്റെ തന്നെ നല്ല നല്ല സ്ഥാനങ്ങളിൽ എത്തിപ്പെടുവാൻ കഴിവുള്ള മക്കളാണ്. പക്ഷേ ഈ ലഹരി എന്ന് പറയുന്ന ഈ വിപത്ത് നമ്മുടെ മക്കളുടെ കൈകളിലേക്കോ ഈ പറയുന്ന കുട്ടികളുടെ കൈകളിലേക്കോ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് അടിമയായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരുക വളരെ പ്രയാസമാണ്. ഞാൻ തൃശ്ശൂരായിരുന്നു മുമ്പ് ജോലി ചെയ്തിരുന്നത്. അവിടെ ഒരു ദിവസം രാത്രി 12 മണിക്ക് ഒരു കോള് കിട്ടുകയാണ്. അപ്പനെയും അമ്മയെയും കൈകെട്ടി അതേപോലെ തന്നെ കാലും കെട്ടിയിട്ട് ഒരു മകൻ വീട്ടില് ഉപദ്രവിക്കുകയാണ്. ഞാൻ പോയി നോക്കിയപ്പോൾ MDMA ഉപയോഗിച്ച് അടിമയായിട്ടുള്ള ഒരു മകനാണ്. പഠിക്കുന്നത് +2-ലാണ്. ഇത് കിട്ടാതായപ്പോൾ ഇതിന്റെ റിയാക്ഷൻ എന്നോണം സ്വന്തം മാതാപിതാക്കളെ പോലും മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ മാറിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ചെറുപുഴ നവജ്യോതി കോളേജ് സോഷ്യൽ വർക്ക് സൈക്കോളജി വിഭാഗവും NSS യൂണിറ്റും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ്, റവറൻഡ് ഫാദർ സിജോയ് പോൾ, ഫാദർ ബിനോയ് എന്നിവർ പ്രസംഗിച്ചു. പാടിച്ചാൽ നിന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ വരെ നടന്നാൽ ആയിരക്കണക്കിന് ജനങ്ങളിലേക്ക് ലഹരിയുടെ സന്ദേശം നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടെ പോലീസോടെ പറഞ്ഞു, പോലീസ് സജീവമായി ഇടപെടുന്നുണ്ട്, എക്സൈസ് സജീവമായി ഇടപെടുന്നുണ്ട്. നമ്മുടെ ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുന്നു ഓപ്പറേഷൻ തൂഫാൻ, ലഹരി മാഫിയയെ തച്ചുടയ്ക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ അതിനെല്ലാം അപ്പുറത്തേക്ക് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്, മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട്, കുട്ടികളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയമായ മുന്നേറ്റം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഒരു പട്ടിയും മനുഷ്യനും, 4 കാലുള്ള പട്ടിയും 2 കാലുള്ള മനുഷ്യനും തമ്മിലുള്ള ഓരോ വ്യത്യാസവും ഇല്ലാതാക്കുന്നതാണ് ലഹരി. ഈ ലഹരി മാഫിയക്കെതിരെ ഉചിതമായ പോരാട്ടം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം. 1950കളിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രായം നോക്കിയാൽ 28.
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.